എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിതേ ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് കറി വെക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് അതൊരു കുക്കർ എടുക്കണം. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇടണം. അതിലേക്ക് 1/2 സ്പൂൺ മുളകും പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കറിവേപ്പില, ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത്, അതുപോലെ നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടില്ലേ ലീഫ്, അത് ഒരെണ്ണം, കുറച്ച് ഉപ്പ്. എന്നിട്ടിത് നന്നായി കുഴക്കണം. നന്നായി കുഴച്ചിട്ട് ഇപ്പോൾ ബീഫ് നന്നായി നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിനൊരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടിരിക്കണം. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അരമണിക്കൂർ വെക്കണം. ആ റെസ്റ്റ് ചെയ്യുന്ന ആ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഞാനതേ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള, തക്കാളി, ചുമന്നുള്ളി, പച്ചമുളക്, ഇതൊന്ന് നന്നാക്കി എടുക്കണം. നമ്മൾ എടുത്തു വെച്ച സവാളയും തക്കാളിയും എല്ലാം നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ബീഫ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഇതിലേക്ക് നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഇത്രയും ഒഴിച്ചുള്ളൂ. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇനി ഇത് കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് നമുക്കൊരു 6-7 വിസിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇത് നന്നായി ചൂടാവട്ടെ. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും നമ്മൾ വേപ്പില, ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് വാടിയാൽ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ ചുമന്നുള്ളിയും ചേർത്ത് കൊടുക്കാം. ഉള്ളിലേക്കൊന്ന് നന്നായി വഴറ്റി വരട്ടെ. നമ്മളിനി ഇതിൻ്റെ അകത്തേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ആക്കാം. ചുമന്നുള്ളിയും എല്ലാം നന്നായി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിത് പൊടികൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ നമ്മളെ ബീഫ് മസാല. ഇതിൽ കുരുമുളക് പൊടി ഇച്ചിരി മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി ഒന്ന് കുറച്ചിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ ഇട്ടായിരുന്നല്ലോ. പിന്നെ പച്ചമുളക് ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ടിടാം. ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് വരട്ടെ. നമ്മളെ പൊടികളെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞുകൊണ്ട് ചെറുതായിട്ട് എണ്ണ തെളിയുന്നുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് വെക്കാം. തക്കാളി നന്നായി വെന്തുടയണം. അപ്പം അത് മൂടി വെച്ചിട്ടൊന്ന് നമുക്ക് വേവിക്കാം. ഇത്രേ നമ്മൾ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് കൂടെ ആവേണ്ടി വരും. അപ്പോൾ ഇത്രയും ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കണം. ഇത് നമ്മളെ കറിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇത്ര മതി. ഇവിടെ നമ്മളെ ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മളാകെ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഇനി നമുക്കിതൊരു
ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ട് വെച്ച വേപ്പില അതൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് എടുത്ത് മാറ്റിക്കളയാം. ഇതിലേക്ക് നമ്മളെ മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ 2 കിഴങ്ങ്, ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ചേർക്കണേ, നന്നായി ചൂടാക്കിയ വെള്ളം, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് പാകത്തിന് നോക്കണം, കാരണം നമ്മൾ ബീഫ് വേവിക്കുമ്പോഴും സവാള ആക്കുമ്പോഴൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടാവും, ഇച്ചിരി ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ചേ ചേർത്തുള്ളൂ. ഇനി നമുക്ക് നോക്കിയിട്ട് പാകത്തിന് ചേർക്കാം. നമുക്കിതൊന്ന് വേവിക്കണം. നമുക്കിതൊന്ന് കിഴങ്ങ് വേവണ വരെ ഒന്ന് ടൈം കൊടുക്കണം. നമ്മളെ കറി ഇപ്പോൾ നന്നായി തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇട്ട വേപ്പിലൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മാറ്റണം, കാരണം ഇതിൻ്റെ എല്ലാ ഫ്ലേവറും കറിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ വെറുതെ ആ വേപ്പില ഇതിൽ വെക്കണ്ട, നമുക്കതൊക്കെ ഒന്ന് കോരിക്കളയണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ചേ ഇപ്പം ഇടണുള്ളൂ, ഇനി നമുക്ക് ലാസ്റ്റ് ഇടേണ്ടി വരും. ഇനി നമ്മളെ കറി ആയിട്ടുണ്ട്, നമ്മൾ കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നന്നായി കറി കുറുകിയിട്ടുമുണ്ട്, ഇത് മതി. ഇനി ഇരുന്നിട്ടൊന്ന് പറ്റാണ്ട്, അപ്പം നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കറിയിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കണം കുറച്ച് നേരം. നമ്മുടെ ബീഫ് കറി റെഡിയാണ്. നമ്മൾ കിഴങ്ങ് ഇട്ട് വെച്ച ബീഫ് കറിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാമായിരിക്കും. ബൈ.